നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും ഇവിടുത്തെ സിറ്റിംഗ് എംപിയുമായ ശ്രീ അടൂർ പ്രകാശാണ്. എത്രത്തോളമാണ് ഇലക്ഷൻ പ്രതീക്ഷകൾ? ഓരോ ദിവസവും കഴിയുന്തോറും എത്രത്തോളമാണ് ട്രെൻഡ്? പ്രതീക്ഷകൾ കൂടിക്കൂടി വരുന്നു എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ നിയോജകമണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായും ജനങ്ങളത് അംഗീകരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരുവിധ ആശങ്കയുമില്ല. പൂർണ്ണമായും ജനങ്ങളുടെ മനസ്സിൽ ഞാനുണ്ട്, എൻ്റെ മനസ്സിൽ ജനങ്ങളുമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എപ്പോഴും നിറവേറ്റുക എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ കാര്യത്തിൽ ഒരു സംശയമോ ഒരു ആശങ്കയോ ഈ കാര്യത്തിലില്ല. വോട്ട് ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട അങ്ങയുടെ ആരോപണം അതിപ്പോഴും അങ്ങ് അതിൽ തന്നെ ഉറച്ചു നിൽക്കും? അത് സംശയം എന്താ? ഉള്ള കാര്യങ്ങളാണ്. ഒരു 1,14,000 വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അത് വർദ്ധിച്ച് ഇപ്പോൾ അത് 1,72,000 ആയി. അതിൽ കുറേ വോട്ടുകൾ അവർ മാറ്റി, എന്നിട്ടും 1,64,000 നിൽക്കുക. അങ്ങ് ഇതിനെക്കുറിച്ച് വ്യക്തമായ അധികാരികളോട് പറഞ്ഞിട്ട് എന്താണ്? അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങ് ഇത്രയും ഒരു ഗുരുതര ആരോപണം നടത്തുമ്പോൾ അങ്ങേക്ക് എങ്ങനെയാണ് പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്നത്? അല്ല, അത് പിന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ രേഖാമൂലം അതിനുള്ള പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതികൾ സ്വീകരിച്ചുകൊണ്ട് അവരാണത് റെക്ടിഫൈ ചെയ്യേണ്ട ആളുകൾ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുവരെയും ഒന്നും റെക്ടിഫൈ ചെയ്യാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഓരോ ഇടത്തുമുള്ള കള്ളവോട്ടുകൾ കണ്ടെത്തിയതിന് ശേഷം അത് പിന്നെ ഓരോ ബൂത്തുകളിലും ഉള്ള കള്ളവോട്ടുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി അതാത് ബൂത്ത് തല ഏജൻറ്റുമാരെ ഏൽപ്പിക്കുകയും ബൂത്ത് തലത്തിലുള്ള ഓഫീസർമാരെ ഏൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് 58,000-ലധികം വോട്ടുകൾ അന്ന് ചെയ്യാൻ കഴിയാതെ പോയി. ഇപ്പോഴും അതേ പ്രക്രിയ തന്നെ തുടർന്നുകൊണ്ട് പോകുന്നു. ഏതായാലും ഈ കാര്യത്തിൽ നിയമപരമായ മറ്റെല്ലാ നടപടികളിലേക്കും പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ആറ്റിങ്ങൽ ഒരു ഇടത് കോട്ടയാണ്, ഇടത് സ്വഭാവമുള്ളൊരു മണ്ഡലമാണ്. അത് അവിടുത്തെ 7 നിയോജക മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ 7 ഇടതുപക്ഷ MLA-മാരാണ് വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നത്. പക്ഷേ അങ്ങ് കഴിഞ്ഞ തവണ ജയിച്ചത് 38,000-ഓളം വോട്ടുകൾക്ക്. അത് ഇത്തവണ എങ്ങനെയാണ് ആ ഒരു ട്രെൻഡ്? കാരണം ആറ്റിങ്ങൽ നിയോജക മണ്ഡലം അടക്കം ചിറയൻകീഴ്, ആറ്റിങ്ങൽ, വർക്കല, അതുപോലെ കാട്ടാക്കട, അരുവിക്കരയും കാട്ടാക്കടയാണ് സാധാരണ പൊതുവായിട്ട് UDF-ന് അനുകൂലമാകുന്നത്. പക്ഷേ ആറ്റിങ്ങൽ മണ്ഡലം ഉൾപ്പെടെയുള്ളിടത്ത് അങ്ങ് 10,000-ൽ പരം വോട്ടുകൾക്ക് ആ മേഖലയിൽ ലീഡ് ചെയ്തു. ഇത്തവണ എങ്ങനെയാണ് ആ പ്രതീക്ഷ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പ്രതീക്ഷകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമില്ല. എന്തായാലും ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ട് എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ജനങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞു എന്ന് വെച്ചാൽ പ്രവർത്തിച്ചു. അത് തുടരും എന്ന് അവർക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് എൻ്റെയും വിശ്വാസം. തീർച്ചയായും.